കേട്ടാൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന, അതായത് വിശ്വസിക്കാൻ തന്നെ അത്രയേറെ പ്രയാസമുള്ള ഒരു സ്റ്റോറിയാണിത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 1980 ഡിസംബർ 21 കാലിഫോർണിയ ലോസ് ഏഞ്ചലസിലെ ഒരു ജയിലിലേക്ക് 40 വയസ്സുള്ള ഒരു തടവുപുള്ളിയായ സ്ത്രീ നടന്നു ചെല്ലുകയാണ്. അവർ ചെന്ന് കയറിയ സെല്ലിൽ ഓൾറെഡി 32 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എഡാ ലൂയിസ് സ്മിത്ത് എന്നായിരുന്നു ആ 32-കാരിയുടെ പേര്. 4 ദിവസമായി എഡാ ഇതുപോലെ തന്നെ ജയിലിലായിട്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു നേഴ്സ് വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. ആ ഒരു കേസിലാണ് എഡ അകത്തായിട്ടുള്ളത്. ഈ ഒരു സ്ത്രീക്കും ആ കൊലപാതകത്തിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഉറപ്പിച്ച പോലീസുകാരാണ് 4 ദിവസങ്ങൾക്ക് മുൻപ് എഡയെ കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഒരുപാടധികം ചോദ്യം ചെയ്തു. 10 മണിക്കൂർ തുടർച്ചയായിട്ട് ഇൻട്രോഗേഷൻ ചെയ്തിട്ടും അവരിൽ നിന്നും ഒന്നും ഇവർക്ക് ലഭിച്ചില്ല. പിന്നീട് പോളിഗ്രഫി ടെസ്റ്റ് നടത്തി. അതിലും എഡ പറയുന്നത് സത്യമാണെന്നുള്ള ഒരു രീതിയിലായിരുന്നു അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പിന്നീട് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ വരെ ടോർച്ചർ ചെയ്തുകൊണ്ട് ആ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സത്യം എന്ന് കരുതുന്നത് അവർ കരുതുന്നത് എന്താണോ അത് പുറത്തു വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ഒരുപാടധികം ടോർച്ചർ ചെയ്തിട്ടും ആ ഒരു സ്ത്രീയിൽ നിന്ന് ഒന്നും തന്നെ, ഒരു ലീഡും തന്നെ അവർക്ക് ലഭിച്ചില്ല. എടാ തനിക്കും ആ ഒരു കൊലപാതകത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന തൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയെയും ആ ഒരു കൊലപാതകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു എവിഡൻസും പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 40 വയസ്സുള്ള ഒരു സ്ത്രീയെ ആ ഒരു ജയിലിലോട്ട് പോലീസുകാർ അയക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ഒരു അണ്ടർ കവർ ഓഫീസർ ആയിരുന്നു. അപ്പോൾ എഡയിൽ നിന്ന് സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ തന്നെ വേറൊരു പോലീസ് ഓഫീസർ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടായത്. വന്നതൊരു അണ്ടർ കവർ ഓഫീസർ ആണെന്ന് അറിയാതെ എഡ നടന്നതെല്ലാം തന്നെ പറയുകയാണ്. അത് ആ ഒരു അണ്ടർ കവർ ഓഫീസർക്കും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. പിറ്റേ ദിവസത്തെ ന്യൂസിലെ മെയിൻ ഒരു ഹെഡ്ലൈൻ ആയിട്ട് അത് മാറുകയും ചെയ്തു. അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കാത്ത എന്താണ് എഡാ ലൂയിസ് സ്മിത്തിന്റെ ജീവിതത്തിൽ നടന്നത്, ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ആ ഒരു അണ്ടർ കവർ ഓഫീസർ ആ സെല്ലിൽ കയറുമ്പോൾ എഡ കിടക്കുകയായിരുന്നു. ഡോറ് തുറക്കുന്നതും അടക്കുന്നതും ആ ഒരു സൗണ്ട് കേട്ടിട്ട് കിടന്നിരുന്ന എഡ എഴുന്നേറ്റു. ആ ഒരു സ്ത്രീയെ നോക്കി. ആ സ്ത്രീ പെട്ടെന്ന് തന്നെ എഡയെ കണ്ടപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നിപ്പോയി. കാരണം ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നുകയുണ്ടായിരുന്നില്ല. ഒരു വൈറ്റ് കോളർ ജോബിന് പോകുന്ന ഏതോ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു അവർക്ക് കിട്ടിയത്. പിന്നെ അവരൊരു പോലീസ് ഓഫീസറാണ്, അതുകൊണ്ട് അവർ തന്നെ ചിന്തിക്കുകയാണ് ഒരാളുടെ അപ്പിയറൻസ് വെച്ച് ഇങ്ങേറ്റ് നമുക്ക് ഒരാളെയും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ വളരെ പാവത്തിനെ പോലെ ഇരുന്നിങ്ങേറ്റ് വളരെ ഹീനമായിട്ടുള്ള ക്രൈംസും കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പിയറൻസ് വെച്ച് ഇങ്ങേറ്റ് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട്, ഇതേപോലെ തന്നെ ഒരുപാടധികം തോട്ട്സ് അവരുടെ ഉള്ളിലോട്ട് വരികയാണ്. ആ ഒരു ടൈമിൽ അവർ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാലോചിച്ചു. അതായത് ഇവരെക്കുറിച്ച് താൻ കൂടുതലും നല്ലതായിട്ടും ചിന്തിക്കുന്നില്ല, അതുപോലെ തന്നെ മോശമായിട്ടും ചിന്തിക്കുന്നില്ല. ഇവരെക്കുറിച്ചുള്ള തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ന്യൂട്രലായിട്ട് വെക്കാം. അതിനുശേഷം ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു അസംഷനിലോട്ട് എത്താം എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ ഒരു ഓഫീസർ ആ ഒരു സമയത്ത് ചിന്തിച്ചത്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ആ പോലീസ് ഓഫീസർ അവിടെ കുറച്ചു നേരം ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് എഡയുമായിട്ട് അവർ സംസാരിക്കാനായിട്ട് തുടങ്ങിയത്. അവരെഡയോട് ചോദിച്ചു, എന്ത് ചെയ്തിട്ടാണ് നീ ഇതുപോലെ തന്നെ അകത്തായതെന്ന്. അപ്പോൾ എഡ ഈ ഒരു ഓഫീസറോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കുകയില്ല, അതുപോലെ തന്നെ അത് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു പടം എടുക്കുക എന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ടപ്പോൾ ആ ഒരു ഓഫീസർക്ക് എന്തോ പോലെ തോന്നുകയാണ്. ഒരു സ്ത്രീ വളരെ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു, അത് വെച്ച് ഇങ്ങനെ ഒരു പടം എടുക്കാമെന്ന് വിചാരിക്കുക എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരുടെ മൈൻഡ്? ഇനി ഇവർ ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതാണോ? അങ്ങനെയുള്ള ഒരുപാടധികം ചിന്തകൾ ആ ഒരു മൊമെന്റിൽ ഇവരുടെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെ ഇവർ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കോൺവെർസേഷൻ ഇവർ 2 പേരും അല്ലാതെ വേറൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ആ അണ്ടർ കവർ ഓഫീസറുടെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ മൈക്രോഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ എഡയെ അറസ്റ്റ് ചെയ്ത ഓഫീസറിലെ ആളും ആളുടെ ടീമും പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ മൈൻഡിലുണ്ടായിരുന്ന ഒരു തിയറിയും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏകദേശം 6 ദിവസങ്ങൾക്ക് മുൻപാണ് മെലനി എന്ന് പറയുന്ന ഒരു നേഴ്സ് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയത്. എന്നാൽ ഹോസ്പിറ്റലിൽ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയ അവരുടെ ഫാമിലി അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ മറ്റോ കോൺടാക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായി ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. പോലീസുകാർ ആ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. 2 ദിവസമായിട്ടും ആ ഒരു കേസിനെ കുറിച്ചിട്ട്, അല്ലാന്നറിയിൽ മെലനിനെ കുറിച്ചിട്ട് യാതൊരു ക്ലൂവും പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ എഡ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ദിവസം കയറി വരുന്നത്. എന്നിട്ട് അവർ പോലീസിനോട് പറഞ്ഞു, എനിക്ക് ആ ഒരു നഴ്സിൻ്റെ ബോഡി എവിടെയാണ് കിടക്കുന്നത് എന്ന് അറിയാമെന്ന് പറയുകയാണ്.
അപ്പോൾ മെലനിയുടെ ബോഡി എവിടെയാണ് കിടക്കുന്നത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പെട്ടെന്നുകൊണ്ട് തന്നെ പോലീസുകാർ എന്താ പറയുക അങ്ങനെയുള്ളൊരു സ്ത്രീ കയറി വന്നത് കണ്ടപ്പോൾ അവർ പെട്ടെന്നുകൊണ്ട് അവിടുത്തെ മാപ്പ് എടുത്തിട്ട് എവിടെയാണെന്ന് പോയിന്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അധികം ആൾക്കാരൊന്നും പോവാത്ത, ആളനക്കൊന്നും ഇല്ലാത്ത ലോപ്പസ് കാനിയൻ്റെ ഉള്ളിലത്തെ ഒരു സ്ഥലമായിരുന്നു ആ സ്ത്രീ കാണിച്ചു കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്തായാലും പൊക്കോ, നാളെ നമുക്ക് പോലീസിൻ്റെ ഹെലികോപ്റ്ററിൽ അവിടെ ചെക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ ആ ഒരു സ്ത്രീയെ തിരിച്ച് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പോലീസുകാർ എഡയോട് ചോദിച്ചു. ഈ ഒരു ബോഡി അവിടെ ഉണ്ടെന്ന് എങ്ങനെ താങ്കൾ അറിഞ്ഞു എന്നുള്ളതായിരുന്നു അതിലൊരു ചോദ്യം. ജസ്റ്റ് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, എനിക്ക് ജസ്റ്റ് അറിയാം എന്നുള്ളതായിരുന്നു എഡയുടെ മറുപടി. പിന്നെ എഡ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയപ്പോൾ വലിയൊരു എയറോസ്പേസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. മുൻപ് ക്രിമിനൽ റെക്കോർഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും എന്നുള്ളൊരു ചിന്ത പോലീസിന് ഉണ്ടായിരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ എന്തൊക്കെയോ ഒരു സംശയവും പോലീസിൻ്റെ മനസ്സിൽ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു വാസ്തവം. പോലീസുകാരപ്പോൾ ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് ഇവർ പറയുന്നത് തെറ്റായിരിക്കും. അതായത് എന്തൊക്കെയോ തോന്നിയിട്ട് എന്തൊക്കെയോ എന്ന് പോലീസിൻ്റെ അടുത്ത് പറയുന്നതായിരിക്കും. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഈ ഒരു കൊലപാതകവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എന്തോ അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവർ പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്നുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വരികയാണ്. ആ ഒരു സമയത്ത് അവരുടെ 2 മക്കളും ആ ഒരു കാറിലുണ്ടായിരുന്നു. കാറിൽ മക്കളെ ഇരുത്തിക്കൊണ്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് ഓടി വരികയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ പോലീസുകാരോട് പറഞ്ഞു, ഞാൻ മെലനിയുടെ ബോഡി കണ്ടുപിടിച്ചു, അവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ പോലീസിന് വീണ്ടും ഒരു ഇതായി. അതായത് ഓൾറെഡി നാളെ പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ത്രീയെ പറഞ്ഞയച്ചതാണ്. എന്നാൽ ആ ഒരു സ്ത്രീ ഇപ്പം തന്നെ പോയി നോക്കിയിട്ട് ബോഡി അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വീണ്ടും പോലീസുകാരൊന്ന് കുഴയുകയാണ്. എഡ പറഞ്ഞത് താനും മക്കളും കൂടെ ആ ഒരു സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ തൻ്റെ ചെറിയ 7 വയസ്സുള്ള മകനാണ് മെലനിയുടെ ബോഡി കണ്ടെത്തിയതെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബോഡി അവിടെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ ഈ ഒരു എഡയും കൂട്ടിക്കൊണ്ട് എഡ പറഞ്ഞ സ്പോട്ടിലോട്ട് പോലീസുകാർ ഉടനെ തന്നെ ചെന്ന് നോക്കുകയാണ്. അപ്പോൾ വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന മെലനിയുടെ ബോഡി ഇതുപോലെ തന്നെ പോലീസുകാർ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഈ ബോഡി കണ്ട പോലീസ് ഓഫീസർ ഉടനെ തന്നെ എഡയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഈ ഒരു കൊലപാതകവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അയാൾ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ത്രീയെ അയാൾ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇൻട്രോഗേഷൻ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുമെന്നാണ് പോലീസുകാർ കരുതിയത്. എന്നാൽ ആ ഒരു സ്ത്രീയിൽ നിന്നും ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഒരു അണ്ടർ കവർ ഓഫീസറെ ആ ഒരു സ്ത്രീയിൽ നിന്നും സത്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ അങ്ങോട്ട് അയച്ചത്. അങ്ങനെ അണ്ടർ കവർ ഓഫീസർ ചോദിച്ചപ്പോഴാണ് ഇത് വെച്ച് ഇങ്ങനെ ഒരു പടം പിടിക്കുക എന്നുള്ള കാര്യം ഈ ഒരു എഡ പറയുന്നത്. എഡയും അതുപോലെ തന്നെ ഈ ഒരു കൊലപാതകവും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള യാതൊരു എന്താ പറയുക ലീഡും പോലീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ എഡ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബോഡി കണ്ടെത്തുക എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇതുപോലെ തന്നെ ഒരു ഡെഡ് ബോഡി കണ്ടെത്തിയിട്ട് അത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലാണല്ലോ പ്രശ്നമാകുന്നത്. അതുകൊണ്ട് തന്നെ എഡയും ഈ ഒരു കേസും തമ്മിൽ ലിങ്ക് ചെയ്യുന്നൊന്നും തന്നെ പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ ഒരു എത്തും പിടിയില്ലാതിരിക്കുന്ന ആ ഒരു സമയത്താണ് ഒരു കോള് ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. ആ ഒരു കോൾ ഈ ഒരു കേസിനെ ആകെപ്പാടെ തലകീഴാക്കി മറിക്കുകയാണ് ഉണ്ടായത്. ഡിസംബർ 17, 1980 എഡ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതുപോലെ തന്നെ മെലനിയുടെ ബോഡി എവിടെയാണെന്ന് അറിയാമെന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുൻപ് അവരെന്തായിരുന്നു ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ വർക്ക് ചെയ്തിരുന്ന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിൽ അവരുടെ ക്യാബിനിൽ റേഡിയോയിൽ എന്തൊക്കെയോ കേട്ടുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റേഡിയോയിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെലനി എന്ന് പറയുന്ന ഒരു നേഴ്സ് ഇതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീയെ കാണാതായി. അപ്പോൾ അവർ ധരിച്ചിരുന്ന ഡ്രസ്സ് ഇതൊക്കെയാണ്, ഇതേപോലെ തന്നെ ഇത്ര ഹൈറ്റാണുള്ളത്, അതുപോലെ തന്നെ അവരുടെ ലക്ഷണങ്ങൾ ഇന്നതൊക്കെയാണ്, അവരെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം, അതുപോലെ തന്നെ അവർ മിസ്സിംഗ് ആണ്, അങ്ങനെയുള്ള ഒരുപാടധികം ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ റേഡിയോയിലൂടെ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടായിരുന്നു ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായത്. അതുപോലെ തന്നെ അവരുടെ കാറ് പോലീസുകാർ കണ്ടെത്തിയെന്നും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ പോയിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ത്രീ അവിടെയുള്ള വീടുകളിൽ വല്ലയിടത്തും ഉണ്ടോ എന്നുള്ളൊരു കാര്യവും നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു റേഡിയോയിലൂടെ പറയുകയാണ് ഉണ്ടായത്. എന്നാൽ ആ സമയത്ത് ഈ ഒരു സ്ത്രീ വേറൊരു വോയിസ് കേൾക്കുകയാണ്. അവർ ആ വീടുകളിലൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വോയിസ് ആയിരുന്നു അത്.
അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വോയിസ് ആയിരുന്നു. അവർ കേട്ടതുപോലെയാണ് അവർ പറയുന്നത്. അതിനുശേഷം ആ ഒരു മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവർ നോക്കി. ആ ഒരു മുറിയിൽ അവരല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവർ ആകെപ്പാടെ പകച്ചുപോയി, അതുപോലെ തന്നെ എന്താ പറയുക, പേടിച്ചുകൊണ്ട് അവിടെ ചുറ്റും നോക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ എന്ന്. കാരണം വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വോയിസ് ആയിരുന്നു അവർ കേട്ടത്. എന്നാൽ ആ ഒരു വോയിസ് കേട്ടതിന് ശേഷം അവർക്കുണ്ടായിരുന്ന ഒരു ഫീൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണിൻ്റെ മുന്നിൽ 3-4 ഇമേജസ് ഫ്ലാഷ് ആവുകയാണ്. ഒന്നാമത്തെ ഒരു ഇമേജ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളില്ലാത്തൊരു മല ഏരിയ, പിന്നെ ഒരു മണ്ണിട്ട റോഡ്, അതുപോലെ തന്നെ നേഴ്സിൻ്റെ ഒരു ഷൂ, അതായത് നേഴ്സിൻ്റെ യൂണിഫോമിൻ്റെ ഒപ്പമുള്ള ഒരു ഷൂ, ഇതുപോലുള്ള കുറച്ച് ഇമേജസ് ഇവരുടെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടതുപോലെ ഇവർക്ക് ഇങ്ങനെ തോന്നുന്ന ഒരു ഫീലിങ്സ് ആണ് ഉണ്ടായത്. അതും ജസ്റ്റ് തോന്നലുകളായിരുന്നില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ മെലനി എന്ന് പറയുന്ന നേഴ്സിൻ്റെ ബോഡി അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഇവർക്ക് തോന്നുന്നതും, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് ചിന്തിക്കുന്നതും, ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതും. അപ്പോഴാണ് പോലീസുകാർ നമുക്ക് നാളെ ഹെലികോപ്റ്ററിൽ പോയിട്ട് ചെക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഈ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുന്നത്. എന്നാൽ ഇവർക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല. കാരണം എന്തോ ഒരു ഹോണ്ടേന്ന് പോലെ അവർക്ക് ഒരു ഫീൽ ഉണ്ടാവുകയാണ്. അവർ നേരെ കുട്ടികളെയും കൂട്ടിയിട്ട് ആ ഒരു സ്ഥലത്തോട്ട് പോയി. അങ്ങനെ അവർ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ 7 വയസ്സുള്ള അവരുടെ മകൻ ആ ഒരു ബോഡി കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് അവർ നേരെ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് തിരിച്ചെത്തുന്നതും, അതുപോലെ തന്നെ ബോഡി കണ്ടെത്തിയ വിവരം പോലീസുകാരോട് പറയുന്നതും. അവരുടെ മൈൻഡ് വോയിസിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ മൈൻഡിൽ കണ്ട ഇമേജിൽ പോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് ആ ഒരു റോഡും അതുപോലെ തന്നെ ആ ഒരു നേഴ്സിൻ്റെ ഷൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ മൈൻഡിൽ കണ്ട പോലെ തന്നെ അവിടെ വീണ്ടും കാണുകയും ചെയ്തു എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇതൊക്കെ കൊണ്ടാണ് അത് വെച്ചൊരു പടം എടുക്കാന്നുള്ള കാര്യം എട പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ ഇങ്ങനെ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കോൾ വരുന്നത്. ആ ഒരു കോളിലൂടെ ഈ ഒരു കേസ് മുഴുവനായിട്ട് ട്വിസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ആ കോൾ വന്നത് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. അപ്പോൾ ആ കോളിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെലനി എന്ന് പറയുന്ന ആ നേഴ്സിൻ്റെ കൊലപാതകത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു നേഴ്സിനെ വളരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്ത് കൊലപാതകം ചെയ്തതായിരുന്നു അവർ. ആ ഒരു കൊലപാതകത്തിനും ഇടക്കും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ആ 3 പേർക്കും കോടതി പിന്നീട് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നു. അതിനുശേഷം ഒരു 6 വർഷം കഴിഞ്ഞിട്ട് താൻ ചെയ്യാത്തൊരു കുറ്റത്തിന് തന്നെ അറസ്റ്റ് ചെയ്ത പോലീസിനെതിരെ ഈ ഒരു ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ മൈൻഡിൽ വന്ന ആ ഒരു സൈക്കിക് വിഷൻ കാരണമാണ് ഇത്തരത്തിലുള്ളൊരു ലീഡ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളൊരു കാര്യം അവർക്ക് കോടതിയിൽ തെളിയിക്കാനായിട്ട് സാധിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെയും ആ ഒരു സ്ഥലമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ളൊരു സംഭവം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കും അതുമായിട്ട് ബന്ധപ്പെടേണ്ട യാതൊരു തരത്തിലുള്ളൊരു സംഭവം കണക്ട് ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് എഡയുടെ കഥ. ഇത് ഇത്തിരി സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു, ഇത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോന്നലുകൾ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീദ് സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.